രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതംസ്തകഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാത്മീകി രാമായണം യുദ്ധകാണ്ഡത്തിലെ 64-ാം സർക്കം ആണ് ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കുംഭകർണൻ രാവണനോട് സംസാരിക്കുമ്പോൾ കുംഭകർണൻ്റെ വാക്കുകൾക്ക് മറുപടിയായിട്ട് ആ മഹോദരൻ എന്ന് പറയുന്ന ആൾ പറയുന്നതാണ്. അദ്ദേഹം കുംഭകർണനോട് പറയാൻ, അല്ലേ കുംഭകർണ, നീ ഉന്നത കുലത്തിൽ ജനിച്ചവനാണ്, ഗർവിതനാണ്, കാഴ്ചയ്ക്ക് വേണ്ടത്ര വെളിവില്ലാത്തവനാണ്, വഴി തെറ്റിയവനാണ്. അതിനാൽ എല്ലാ കാര്യവും നിനക്ക് അറിയാൻ കഴിയില്ല. കുംഭകർണ, രാജാവിന് നയവും അനയവും എന്താണ് എന്നറിയില്ല എന്നാണോ നീ പറയുന്നത്? നീ കുട്ടിത്തം കൊണ്ട് എന്തൊക്കെയോ വാചകടിക്കുകയാണ്. ദേശകാല വിഭാഗജ്ഞനായ ഈ രാക്ഷസ രാജാവ് തൻ്റെ ശത്രുക്കളുടെ ക്ഷയവും വൃദ്ധിയും സ്ഥാനവും അറിവുള്ളവനാണ്. കരുത്തർക്ക് പോലും ചെയ്യാനാകാത്ത വൃദ്ധസേവ ചെയ്തിട്ടില്ലാത്ത പ്രാകൃത ബുദ്ധികൾ പറയുന്ന ആ വക കാര്യങ്ങൾ വിവേകമുള്ള ഏതൊരാൾ ചെയ്യും? ഭിന്നഫലങ്ങളായ ധർമാർത്ഥ കാമങ്ങളെക്കുറിച്ച് നീ പറഞ്ഞുവല്ലോ. അവ ശരിക്കും മനസ്സിലാക്കാൻ തക്ക കഴിവ് നിനക്ക് ഉണ്ടോ? അങ്ങനെ ഒരു ലക്ഷണം തന്നെ തോന്നുന്നില്ല. എല്ലാ സംഗതികൾക്കും പ്രയോജനകാരകം കർമ്മം തന്നെയാണ്. കർമ്മം ചെയ്യാതെ നമ്മുടെ കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് ശുഭമായാലും അശുഭമായാലും ഉള്ള ഫലങ്ങൾ നമുക്കുണ്ടാകുന്നത്. മോക്ഷം ഉണ്ടാകുന്നതുമൊക്കെ നമ്മുടെ കർമ്മത്തിനെ ആശ്രയിച്ചാണ്. വിപരീത ഫലങ്ങൾ ഉണ്ടാകുന്നതും കർമ്മം മൂലമാണ്. അതുകൊണ്ട് ആളുകൾ ഇങ്ങനെയുള്ള ഇഹലോക പരലോക സുഖങ്ങളൊക്കെ അനുഭവിക്കുന്നതിന് വേണ്ടിയാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. കാമത്തിന് വേണ്ടി കർമ്മം ചെയ്യുന്നവർ അതിൻ്റേതായ ഫലങ്ങൾ നേടുന്നു. രാജാവ് അത് ഉള്ളിൽ ഉറച്ചുകൊണ്ടാണ് ചെയ്തത്. അക്കാര്യം ഞങ്ങൾക്ക് സമ്മതമായിട്ടുള്ളതാണ്. ശത്രുവിനോട് യുദ്ധം ചെയ്യുക എന്നത് തന്നെയാണ് ശരി. അല്ലാതെ സീതയെ രാമനെ കൊടുക്കൂ എന്നൊക്കെയാണ് കുംഭകർണൻ പറഞ്ഞത്. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. അങ്ങനെ ചെയ്യുന്നതിൽ അനൗചിത്യമുണ്ട്. നമ്മളെപ്പോഴും നമ്മുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. പണ്ട് ആ ജനസ്ഥാനത്ത് വെച്ച് അതിബലവാന്മാരായ രാക്ഷസന്മാരെ കൊന്ന രാമനെ നീ ഒറ്റയ്ക്ക് ജയിക്കാം എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? രാമനാൽ തോൽപ്പിക്കപ്പെട്ട അതിതേജസ്വികളായ രാക്ഷസന്മാർ ഇന്നും പേടിച്ച് വിറച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. ദശരഥപുത്രനായ രാമൻ സിംഹത്തെപ്പോലെ ക്രുദ്ധനാണെന്നും ഉറങ്ങുന്ന സർപ്പമാണെന്നും അറിഞ്ഞുകൊണ്ട് നീ അദ്ദേഹത്തെ ഉണർത്താൻ നോക്കുകയാണ്. തേജസ് കൊണ്ട് സദാ ജ്വലിക്കുന്നവനും ക്രോധം കൊണ്ട് അടുക്കാനാവാത്തവനും അന്ധകനെപ്പോലെ അസഹ്യനുമായ ആ രാമനെ നേരിടാൻ ആർക്കാണ് കഴിയുക? ശത്രുവിനെതിരെ നിൽക്കുമ്പോൾ ഇതൊക്കെ സംശയത്തിലാകും. ഒറ്റയ്ക്ക് പോകുന്നത് അല്ലേ കുംഭകർണ ഒട്ടും ശരിയല്ല. പ്രാണൻ വെടിയാൻ ഉറച്ചവനും സമൃദ്ധനുമായ ശത്രുവിനെ ക്ഷീണനായ യാതൊരുവൻ ഒരു പ്രാകൃതനെ പോലെ ചെന്ന് എതിരിടാൻ നോക്കും? അതുകൊണ്ട് അല്ലേ രാക്ഷസോത്തമ, മനുഷ്യരിൽ നിസ്തുലനായ അവനോട്, സൂര്യചന്ദ്രന്മാർക്ക് സദൃശനായ അവനോട് യുദ്ധം ചെയ്യാൻ നീ ഒറ്റയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് വലിയ വിഡിത്തമാണ് എന്ന് മഹോദരൻ കുംഭകർണനോട് പറഞ്ഞു. പിന്നെ രാവണനോടും പറഞ്ഞു, സീതയെ നേരത്തെ കിട്ടിയിട്ടും അങ്ങ് എന്തിനാണ് ഇനിയും ഇങ്ങനെ വൈകിക്കുന്നത്? അങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ സീത സ്വാധീനയായി വരും. സീതയെ പാട്ടിലാക്കാൻ ഞാൻ ഒരു ഉപായം കണ്ടെത്തിയിട്ടുണ്ട്. ആലോചിച്ചിട്ട് ഇഷ്ടമാണെങ്കിൽ അത് സ്വീകരിക്കാം. ഞാൻ ദ്വിജിഹ്വൻ, സംഹാദ്രി, കുംഭകർണൻ, വിദർധനൻ ഈ 4-5 പേരും കൂടി രാമനെ കൊല്ലാൻ പോകുന്നു എന്ന് ഉദ്ഘോഷിക്കുക. ഞങ്ങൾ പോയി അവനോട് ശക്തമായിട്ട് യുദ്ധം ചെയ്യാം. അങ്ങയുടെ ശത്രുക്കളെ ഞങ്ങൾ ജയിക്കുന്ന പക്ഷം മറ്റുപായങ്ങളൊന്നും നമുക്ക് വേണ്ടതില്ല. അല്ല, പോരിൽ ഞങ്ങളും ശത്രുക്കളും ജീവിക്കുകയാണെങ്കിൽ മനസ്സാ ഞാൻ ചിന്തിച്ചുള്ള മറ്റൊരു ഉപായം ഞാൻ പറയാം. രാമൻ്റെ പേര് എഴുതിയ വസ്ത്രങ്ങൾ കൊണ്ട് മുറിഞ്ഞ മെയ്യുമായിട്ട് ഞങ്ങൾ ചോരയിൽ കുളിച്ച് പടക്കളത്തിൽ നിന്ന് അങ്ങയുടെ അടുത്തേക്ക് വരാം. രാമനെയും ലക്ഷ്മണനെയും ഞങ്ങൾ തിന്നു എന്ന് പറഞ്ഞ് അങ്ങയുടെ കാൽ പിടിക്കാം. അങ്ങ് ഞങ്ങൾക്ക് സമ്മാനവും നൽകുക. സ്വതനോടും സേനയോടും കൂടി രാമൻ കൊല്ലപ്പെട്ടു എന്ന് കേട്ടാൽ, അല്ലെങ്കിൽ അങ്ങനെ ആനപ്പുറത്ത് കയറി നാട് മുഴുവൻ വിളംബരം ചെയ്യുക. ഇങ്ങനെയൊക്കെ കേട്ടിട്ട് അങ്ങ് ഇതിൽ സന്തുഷ്ടനാണ് എന്നുള്ള രീതിയിൽ ഭൃത്യന്മാർക്ക് ധാരാളമായിട്ട് ദാനം ചെയ്യുക. വീരയോദ്ധാക്കളെയൊക്കെ അഭിനന്ദിക്കുക, അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കുക. ഇങ്ങനെയുള്ള ഈ ജനങ്ങളുടെ ഇടയിലുള്ള ഈ പറച്ചിൽ കേട്ട് ഇങ്ങനെ സീത രാമൻ മരിച്ചതായിട്ട് തീർച്ചയായിട്ടും മനസ്സിലാക്കും. അതിനിടയ്ക്ക് ആരെങ്കിലുമൊക്കെ പറഞ്ഞയച്ച് ആ സീതയെ, രാമൻ്റെ മരണം കൊണ്ട് ദുഃഖിതയായിരിക്കുന്ന സീതയെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടിയുള്ള ആളുകളെ പറഞ്ഞയക്കുക. ഇങ്ങനെയൊക്കെ ആയാൽ
ആ സീതയ്ക്ക് ഏതാണ്ട് വിശ്വാസമായി തീരും. അങ്ങനെ ആ സീത അങ്ങേക്ക് വിധേയയായിട്ട് തീരും എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ളൊരു ആശയം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ മഹോദരൻ വളരെ തന്ത്രപൂർവമായ ചില നിർദ്ദേശങ്ങളാണ് രാവണന് കൊടുക്കുന്നത്. യുദ്ധത്തിൽ ജയിച്ചില്ലെങ്കിലും ജയിച്ചതായിട്ട് നടിച്ച് രാമനെ വധിച്ചതായിട്ട് പ്രഖ്യാപിച്ച് ഒക്കെ ആ സീതയെ വശപ്പെടുത്താൻ ശ്രമിക്കൂ എന്നുള്ള ഒരു നിർദ്ദേശമാണ് രാവണന് അദ്ദേഹം കൊടുക്കുന്നത് എന്ന് പറഞ്ഞു മഹോദരൻ കൊടുക്കുന്നത്. ഇങ്ങനെ കുംഭകർണനോടും രാവണനോടുമുള്ള മഹോദരൻ്റെ നിർദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഇവിടെ സമർപ്പിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം.